മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ഇടിവിലേക്ക് നീങ്ങി അതിനുശേഷം ശക്തമായി തിരിച്ചു വരുന്നതും വെള്ളിയാഴ്ച ദിവസം കണ്ടു. എന്തായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് 8000 എന്ന് പറയുന്നത് ഇപ്പോഴും അല്പം ചെറിയ കുറച്ച് പോയിന്റുകളുടെ വ്യത്യാസത്തിൽ അകലെ നിൽക്കുന്നു. എന്തായാലും അതെല്ലാം തിങ്കളാഴ്ച ദിവസം മറികടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വിപണി. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ് എക്സിക്യൂട്ടീവ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, നമുക്കറിയാം പെട്ടെന്ന് ഒരു സ്വാഭാവികമായിട്ടും ഒരു വലിയ മുന്നേറ്റം നടത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള കറക്ഷൻ, അത് ആരോഗ്യകരമായ കറക്ഷനാണ്. ആ സാങ്കേതിക തിരുത്തലിൻ്റെ ഭാഗമായിട്ട് വിപണി 7900-നും താഴേക്ക് വന്നിരുന്നു. പക്ഷേ അതിനുശേഷം വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ അവരുടെ റേറ്റിംഗ് കാഴ്ചപ്പാടിൽ, റേറ്റിംഗ് മാറ്റിയിട്ടില്ല, BBB- നിൽക്കുന്നു. റേറ്റിംഗ് കാഴ്ചപ്പാട്, ഔട്ട്ലുക്ക് നെഗറ്റീവിൽ നിന്നും സ്റ്റേബിളാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് റേറ്റിംഗ് റാങ്കിങ്. ആ റേറ്റിംഗ് റാങ്കിങ് BBB- നിന്നും പോസിറ്റീവിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ എല്ലാത്തിനും കാരണം മോഡിയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള സാമ്പത്തിക മേഖലയിലുള്ള നയപരിഷ്കാരങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ജെയിംസ് ബോണ്ട് സിനിമ പോലെ തുടർച്ചയായ ആക്ഷൻസ് എല്ലാ ദിവസവും അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ഭരണാധികാരി. അത് തന്നെയാണോ ഈ റേറ്റിംഗിലെ മാറ്റം? ഇപ്പോൾ അമേരിക്ക, അങ്ങനെ പല കാര്യങ്ങൾ. അല്ല, റേറ്റിംഗ് മാറ്റാനുള്ള ഒന്ന് സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എടുക്കുന്ന ആക്ഷൻസ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒരു ഭാഗത്ത്, അതിന്റെ റിഫ്ലക്ഷൻ. കാരണം എക്കണോമിയിൽ മാക്രോ ലെവലിൽ നമുക്ക് പല ചേഞ്ചസും കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ റിഫ്ലക്ഷനാണ് റേറ്റിംഗ് കൂട്ടിയത്. അതുപോലെ തന്നെയാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ വരുന്നത്, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറഞ്ഞു വരുന്നു. അപ്പോൾ മാക്രോ ലെവലും എക്കണോമിക് സിറ്റുവേഷനിൽ ടോട്ടൽ ഒരു ചേഞ്ച് സംഭവിച്ചു. ഒന്നത്. രണ്ടാമത് ആ ഗവൺമെന്റ് എടുത്ത ആക്ഷന്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് റേറ്റിംഗ് ഏജൻസി ഡൗൺഗ്രേഡ് ചെയ്യുന്നതും അപ്ഗ്രേഡ് ചെയ്യുന്നതും ഒക്കെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഔട്ട്ലുക്കിൽ വന്നിരിക്കുന്ന മാറ്റം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു എൻകറേജിംഗ് ആണ്, പോസിറ്റീവാണ്. കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ മോഡി US-ലാണ്, പുതിയ അനൗൺസ്മെന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊക്കെ തന്നെ കാണിക്കുന്നത് മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ്. അതുപോലെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. കാരണം ഈ ഓരോ കറക്ഷനും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ ഡൗൺ സൈഡ് മാർക്കറ്റിന്റെ റിസ്ക് വളരെയധികം കുറവാണ്, ലിമിറ്റഡ് ആണ്. അതേസമയത്ത് അപ്പർ സൈഡ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന കോർട്ടിന്റെ ഒരു ഓർഡർ തന്നെയാണ്, കോൾ ബ്ലോക്കിൽ വന്നിരിക്കുന്ന സുപ്രീം കോർട്ടിന്റെ വെർഡിക്റ്റ് മാർക്കറ്റിൽ നെഗറ്റീവായിട്ടുള്ള ചില ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. അത് ബാങ്കിങ് സെക്ടറിൽ, എസ്പെഷ്യലി ഇൻ പബ്ലിക് സെക്ടർ ബാങ്കിൽ വലിയൊരു സെൽ ഓഫിന് കാരണമായി. ഇവരുടെ എക്സ്പോഷർ, അതുപോലെ ജിൻഡാൽ സ്റ്റീൽ, അതുപോലെ സ്റ്റീൽ സെക്ടറിലൊക്കെ തന്നെ ചെറിയ നെഗറ്റീവ് ഉണ്ടായിരുന്നു. ചൈനയിൽ നിന്ന് ഇക്കണോമിക് ഡാറ്റ മോശമായിരുന്നു. ഇതൊക്കെ തന്നെ സ്റ്റീൽ സെക്ടറിലും ഓവറോൾ സുപ്രീം കോർട്ടിന്റെ വെർഡിക്റ്റ് ഒക്കെ തന്നെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത സമയത്താണ് ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചില ന്യൂസുകൾ വരുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ച് കറക്ഷൻ ആവശ്യമാണ്. ഈ ഓരോ കറക്ഷനും നമുക്കറിയാം പല സ്റ്റോക്കുകളും വളരെയധികം ഡിസ്കൗണ്ട് വാല്യൂവിൽ ലാസ്റ്റ് വീക്ക് അവൈലബിൾ ആയിരുന്നു. ഇതിന് മുമ്പുള്ള വീക്കിൽ തന്നെ ഇതുപോലെ തന്നെ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. അതുപോലെ തന്നെ ബൗൺസ് ബാക്ക് സംഭവിച്ചു. കാരണം ഇന്ന് മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാലും ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്കണോമിക് സിറ്റുവേഷനിൽ മാറ്റം വന്നു, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ്, വളരെ എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന്റെ തിരിച്ചുവരവും അതുപോലെ തന്നെ ശക്തമായിരിക്കും. ഈ കറക്ഷൻസ് ഒക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നൽകുന്നത്. അതൊരു കാരണവശാലും ആളുകൾ മിസ് ചെയ്യരുത്. ഇനി നമുക്ക് അമേരിക്കയിലേക്കുള്ള മോഡിയുടെ സന്ദർശനം പരിശോധിച്ചാൽ, ജപ്പാനിലേക്കുള്ള സന്ദർശനം ആ കണ്ടിൻജന്റിൽ ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ച ആളാണ് മുകേഷ് അംബാനി. അദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് മോഡിയുടെ കൂടെയല്ല, പക്ഷേ ആ ബൈലൈൻസിൽ അദ്ദേഹവും ഉണ്ട്. അത് ഒരുപക്ഷെ നമുക്കറിയില്ല, ഷെയിൽ ഗ്യാസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിയുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു കരാർ ഒപ്പിടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചാൽ ഓഹരി വിപണിക്കും അത് നേട്ടമാകും, റിലയൻസിനും നേട്ടമാകും. ഈ സാഹചര്യത്തിൽ റിലയൻസിനോടുള്ള സമീപനം, റിലയൻസ് തന്നെ ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആണ്. ഈ റാലിയിലൊന്നും റിലയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഷെയിൽ ഗ്യാസുമായിട്ടുള്ള സൈനിങ് ഒക്കെ വരികയാണെങ്കിൽ അപ്പർ സൈഡ് എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ അൺലിമിറ്റഡ് ആണ്. കാരണം വളരെയധികം സ്പേസ് ഈ സ്റ്റോക്കിന് മൂവ് ചെയ്യാനുണ്ട്. ഇപ്പോഴും ഈ 8000 എന്ന് പറയുന്ന മാർക്കറ്റ് വന്നപ്പോഴും ഈ റാലിയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഓയിൽ ആൻഡ് ഗ്യാസിലെ ഏറ്റവും നല്ല സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് ആ സ്റ്റോക്ക്. നിക്ഷേപവും തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ് പുതിയ നിക്ഷേപം. ഇപ്പോഴും സ്റ്റോക്ക് ഡിസ്കൗണ്ട് വാല്യൂലാണ്. 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. മറ്റൊരു ഓഹരി നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായി ചർച്ച ചെയ്യുന്ന കാര്യമാണ് സൺഫാർമ ഹലോൽ പ്ലാന്റിൽ US FDA നടത്തിയ പരിശോധനയിൽ അവസാനം അവർക്കൊരു ക്ലോസ് 483 അടിച്ചു കൊടുക്കും എന്ന ഭയം ഉണ്ടായിരുന്നു. പക്ഷേ
അതിനെല്ലാം അത് അതിജീവിച്ച് വന്നിരിക്കുകയാണ്. അത് സൺഫാർമയുടെ ഒരു ക്വാളിറ്റി, ആ ഒരു ഇതല്ലേ. സൺഫാർമ ലാസ്റ്റ് ഫ്രൈഡേ നമുക്കറിയാം വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചു. ആ ന്യൂസിന് ശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ആ സ്റ്റോക്കിൽ സംഭവിച്ചു. ഫാർമ സെക്ടറൊക്കെ തന്നെ, ഫാർമ സെക്ടറിൽ സൺഫാർമ മാത്രമാണ് ഇപ്പോഴും ആ ഒരു ന്യൂസിന് ശേഷം ഇപ്പോൾ ഡൗൺ സൈഡ് മൂവ് ചെയ്തത്. ഇപ്പോഴും ഒരു ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. മറ്റ് ഫാർമ സെക്ടറും IT ഒക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു റിക്കവറി, അതല്ലെങ്കിൽ ഒരു ഇപ്പോഴും വാല്യുവേഷൻ ഈ രണ്ട് സെക്ടറിലും ഹയർ വാല്യൂവിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഫാർമ IT സെക്ടറിൽ അഡ്വൈസബിൾ ഇല്ല. പക്ഷേ അതേസമയത്ത് സൺഫാർമയെ സംബന്ധിച്ച് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഒരു 15% കറക്റ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ബിലോ 780 നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞാണ് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. അതുപോലെ തന്നെ ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫെയർ വാല്യൂയിലേക്ക് പല സ്റ്റോക്കുകളും മൂവ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ യെസ് ബാങ്ക് ആണെങ്കിലും ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. എന്തായാലും ദീപാവലി വരാനിരിക്കുന്നു. എനിക്കൊന്ന് ദീപാവലിയോട് കൂടി തന്നെ മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു കാര്യവും വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ മാസം തന്നെ അതിന്റെ ഫലം പുറത്തു വരും. നിലവിൽ ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്നും കിട്ടുന്ന വിവരമായി ഓഹരി വിപണിയിൽ പ്രചരിക്കുന്ന വാർത്ത BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടും എന്ന തരത്തിലാണ്. ഇപ്പോൾ ശിവസേനയുടെ സഹായമില്ലാതെ തന്നെ ഓപ്പോസിഷൻ ആണെങ്കിലും ദുർബലമാണ്. കാരണം NCPയും കോൺഗ്രസും സ്പ്ലിറ്റായി നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നാൽ അത് തന്നെ ഒരു വലിയ ഇന്ധനമാവില്ലേ ഓഹരി വിപണിയെ സംബന്ധിച്ച്? ഇതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം NCP കോൺഗ്രസ് സഖ്യം സ്പ്ലിറ്റ് വന്നു. ശിവസേനയുടെ ഒരു പ്രഭാവം കൊണ്ടല്ല ലാസ്റ്റ് വന്ന പാർലമെന്റ് ഇലക്ഷനിൽ BJPക്ക് അല്ലെങ്കിൽ BJP അലയൻസിന് മെജോറിറ്റി കിട്ടിയത്. കാരണം BJPയുടെ അല്ലെങ്കിൽ മോഡിയുടെ ഒരു വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു. മോഡി ഇലക്ഷന് അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷന് ഒരു പ്രചരണവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതും BJPക്ക് ഒറ്റയ്ക്ക് ഭരണം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് മാർക്കറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജി ആയിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിഫ്റ്റിയുടെ അപ്സൈഡ് 9000 മാർക്കിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ മാസമല്ല, ഞാൻ പറയുന്ന അടുത്തൊരു ഡിസംബർ വാർത്തകൾ വരുന്നത് കൊണ്ട് മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഓരോ ഡൗൺ സൈഡ് റിസ്ക് മാർക്കറ്റിൽ വളരെയധികം കുറവാണ്. അല്ലെങ്കിൽ ഗ്ലോബൽ സിറ്റുവേഷൻ അത്രത്തോളം മോശമാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഗ്ലോബൽ സെൽ ഓഫ് വരികയാണെങ്കിൽ ഇന്ത്യക്ക് മാത്രം മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം FI ഡ്രിവൺ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതേസമയത്ത് ഇന്ന് അത്രത്തോളം നെഗറ്റീവ് നിലനിൽക്കുന്നില്ല. വളരെയധികം പോസിറ്റീവ് ന്യൂസുകളാണ് ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഈ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ശരിക്കും. പക്ഷേ ഈ ഒക്ടോബർ അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു ഒക്ടോബർ 2 മുതൽ ഗാന്ധി ജയന്തി ദിനം മുതൽ പിന്നെ തുടർച്ചയായി തിങ്കളാഴ്ച വരെ അവധിയാണ്. അത് ഒരു മാർക്കറ്റിന്റെ ഒരു സ്പിരിറ്റ്സിനെ ഒന്ന് ഡാമ്പൻ ചെയ്യും. തീർച്ചയായിട്ടും. കാരണം നമ്മൾക്കറിയാം ഒരു സാറ്റർഡേ സൺഡേ വരുമ്പോൾ തന്നെ ആ മാർക്കറ്റിൽ ആ സ്പിരിറ്റ് കുറേ. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ റാലി കുറച്ചുകൂടെ ഹയർ വാല്യൂയിലേക്ക് പോകേണ്ടതാണ്. അതുപോലും ആ 2 ഹോളിഡേ, നെക്സ്റ്റ് വീക്ക് വരുന്ന ഹോളിഡേ ഒക്കെ തന്നെ ടോട്ടൽ മാർക്കറ്റ് ഒരു ഹോളിഡേ മോഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും. എന്നാലും മാർക്കറ്റിൽ ആക്ടിവിറ്റി വളരെയധികം ഒക്ടോബറിൽ തന്നെ പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ കാണുന്നത്. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് രഞ്ജിത്ത്, AK രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ ചോദ്യം റോൾട്ട ഇന്ത്യ, നമ്മൾ ഏറെ നാളായി തോന്നുന്നു റോൾട്ടയെ പറ്റി ചർച്ച ചെയ്തിട്ട്. പിന്നെ PTC ഇന്ത്യ ഫിനാൻഷ്യൽ സർവീസസ്, റോൾട്ട ഇന്ത്യ ബുക്ക് വാല്യൂ 187, സ്റ്റോക്ക് ഈസ് അവൈലബിൾ അറ്റ് 123. സോഫ്റ്റ്വെയർ ഓഹരി, എനിക്ക് തോന്നുന്ന ജിയോ പൊളിറ്റിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന IT കമ്പനിയാണ്. ഒരു മേജർ കമ്പനി തന്നെയാണ്. ഇപ്പോഴും റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് 106 ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ഇപ്പോൾ 123 ലെവലിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. അഗൈൻ 98, 2 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ PTC ഇന്ത്യ ഫൈനാൻസ് ആണ്. അത് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 41 and 38 ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 58 ആണ് സ്റ്റോക്കിൽ അടുത്ത് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. റോൾട്ട ഇന്ത്യയും PTC ഇന്ത്യയും റോൾട്ട ഇന്ത്യയിൽ അത് ആഡ് ചെയ്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് മറ്റ് സോഫ്റ്റ്വെയർ ഓഹരികൾ, മുൻനിരയിലുള്ള ഓഹരികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനി പർട്ടിക്കുലർ റീസൺ ഫോർ ദി അണ്ടർ വാല്യുവേഷൻ ഓഫ് ദി സ്റ്റോക്ക് എന്നാണ് അതിന് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റോൾട്ട ഇന്ത്യ ഇതിന് മുമ്പ് വാർത്തകളിൽ ഇടം നേടിയത്
ആണവ കരാറിന്റെ സമയത്താണ് റോൾട്ടയിൽ ഒരു മുന്നേറ്റം കണ്ടത്. പിന്നെ അതിനുശേഷം അത് അല്ല, അതിന്റെ പ്രൊമോട്ടർ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അതിനുശേഷം അതിന്റെ ചാം നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇപ്പോഴും ചെറിയൊരു റിക്കവറി പാതയിലാണ് സ്റ്റോക്ക്. ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആണ് സ്റ്റോക്ക്. പക്ഷേ ആ പ്രൊമോട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇഷ്യൂ കൊണ്ടാണ്. നോർമലി ഇങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ FIS ഈ സ്റ്റോക്കിൽ നിന്ന് പിന്മാറും. അപ്പോൾ അതാണ് ഈ സ്റ്റോക്കിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ റോൾട്ട ഫെയർ വാല്യൂ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 106 വരുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം ഒന്നുകൂടി സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. അതുപോലെ തന്നെ PTCന്റെ ഫൈനാൻസ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അഗൈൻ 41 and 38 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. മറ്റൊരാൾ ബിനോയ് സേവിയർ, അദ്ദേഹം കുവൈറ്റിൽ നിന്നാണ്. സെയിലിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ BHELന്റേതും. ഇതിൽ സെയിൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റീൽ സെക്ടറിലൊക്കെ തന്നെ ആ കോൾ വെർഡിക്റ്റിന് ശേഷം വലിയൊരു സെൽ ഓഫ്, അതുപോലെ ചൈനയുടെ ഇക്കണോമിക് ഡാറ്റ, മോശം ഡാറ്റ, ഇത് രണ്ടും സ്റ്റീൽ സെക്ടറിനെ, പലപ്പോഴും ചൈനയുടെ ഡാറ്റ മെറ്റൽ സെക്ടറിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ രണ്ട് ന്യൂസും മെറ്റൽ സെക്ടറിനെ സംബന്ധിച്ച് നെഗറ്റീവായിരുന്നു. നമുക്കറിയാം ജിൻഡാൽ സ്റ്റീൽ വളരെ ഷാർപ്പായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇതിൽ എഫക്റ്റ് ചെയ്യുന്നത് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിനാണ്. ആ സ്റ്റോക്കിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ സെയിൽ ലാസ്റ്റ് ഒരു 1 മന്തായിട്ടൊരു സെൽ ഓഫ് മോഡിൽ തന്നെയാണ്. 64 ആണ് എഗൈൻ വരാവുന്നൊരു ടാർഗറ്റ്. അതേസമയത്ത് ഫ്രൈഡേ ആ സ്റ്റോക്കിൽ ഒരു റിക്കവറി സംഭവിച്ചു. ഈ റിക്കവറി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 80 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാം. എഗൈൻ വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് നടത്തി സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഒക്കെ എപ്പിസോഡിൽ പറഞ്ഞ, ഇതിനു മുമ്പ് ഈ സ്റ്റോക്ക് 36 ലെവൽ വരുന്നതിന് ശേഷം 115, 120 ലെവലിലേക്ക് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചതിന് ശേഷം റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന കറക്ഷൻ ഓൾമോസ്റ്റ് 100% കറക്ഷൻ, 50% കറക്ഷൻ ഈ സ്റ്റോക്കിൽ സംഭവിച്ചു. സ്റ്റീൽ സെക്ടറാണ്. ഇന്ത്യയുടെ തന്നെ ഗ്ലോബലി തന്നെയുള്ള സ്റ്റീൽ ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രിയും വർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു ബാക്ക് ബോൺ തന്നെയാണ്. സെയിലിൽ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. ദെൻ BHEL ആണ്. BHEL ഇപ്പോഴും വളരെ ഫെയർ വാല്യൂ, അതല്ലെങ്കിൽ ആ സ്റ്റോക്ക് ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലാണ് മൂവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് BHEL എന്ന് പറയുന്നത്. 200 and 184 രണ്ട് ലെവൽ. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ 184 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസ്കൗണ്ട് വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു ലെവൽ വരുമ്പോൾ ഈ രണ്ട് സ്റ്റോക്കും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സെഗ്മെന്റിൽ പ്രവർത്തിക്കുന്നതാണ്. ഒന്ന് സെയിലാണെങ്കിലും ശരി, BHEL ആണെങ്കിലും. അപ്പം അതുകൊണ്ട് 64 ആണ് സെയിലിൽ വരാവുന്ന ഒരു മേജർ ടാർഗറ്റ് താഴേക്ക് വരിക. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ BHEL ഇമ്മീഡിയറ്റ് വരാവുന്ന 200 ആണ്. 200 ബ്രേക്ക് ചെയ്യാൻ, മാർക്കറ്റിൽ ചെറിയ നെഗറ്റീവ് വന്നാൽ 200 ബ്രേക്ക് ചെയ്യാം. പക്ഷേ 184 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. സാറിന് ഈ രണ്ട് സ്റ്റോക്കും ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്. വാല്യുവേഷൻ, ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡിസ്കൗണ്ട് വാല്യൂ. മെറ്റൽ ഓഹരികളെ കുറിച്ച് കമന്റ് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്. ധാരാളം ഓഹരികൾ കോളിന്റെ വേർഡിക്റ്റ് വന്ന സമയത്ത് താഴെ പോയിരുന്നു. പ്രത്യേകിച്ച് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ മുതൽ ഹിൻഡാൽകോ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അലുമിനിയം കമ്പനിയായ ഹിൻഡാൽകോ, ബിർളയുടെ, ഇത്തരം ഓഹരികളിൽ ഇനിയുള്ള ഒരു ഇത്തരം ഓഹരികളിൽ ജിൻഡാൽ സ്റ്റീൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. പവർ അതിൽ ചെറിയ റിസ്ക് നിലനിൽക്കുന്നു. അത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാം. പക്ഷേ റിക്കവറി സംഭവിക്കും. കാരണം ആ കമ്പനി അങ്ങനെ എഴുതി തള്ളാൻ നമുക്ക് സാധിക്കില്ല. റിക്കവറി തീർച്ചയായിട്ടും സംഭവിക്കും. കാരണം 350 നിന്നാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കറക്ഷൻ സംഭവിച്ചത്. അത് അവരെ സംബന്ധിച്ച് വളരെ വളരെ നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ 184 സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ജിൻഡാൽ സ്റ്റീൽ തൽക്കാലം ഒന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയവരെ ഇവിടെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്ത് 287 5000 സ്റ്റോക്ക് മേടിച്ചവരുണ്ട്. അപ്പോൾ ഇതിന്റെ ബൈയിങ് റേഞ്ച് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 300 to 80 ലെവലിലൊക്കെ തന്നെ. കാരണം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ സ്റ്റോക്കിന് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തത് ഓൾമോസ്റ്റ് എനിക്കൊന്ന് 280, 300 ലെവലിലാണ്. ആ ഒരു ലെവലിൽ നിന്നാണ് ഈ സ്റ്റോക്ക് പലരും ഹോൾഡ് ചെയ്യുന്നത് സ്റ്റോക്ക്. അപ്പോൾ ഇപ്പോഴത്തെ വാല്യൂഷൻ എനിക്കൊന്ന് സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. ഒരു റിസ്ക് എടുത്ത് തീർച്ചയായിട്ടും ആ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. അതേ സംബന്ധിച്ച് സെയിലൊക്കെ തന്നെ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഹിൻഡാൽകോ 150 ബിലോ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. ടാറ്റാ സ്റ്റീൽ ഇപ്പോഴും ഡിസ്കൗണ്ട് വാല്യൂയിലാണ് പോകുന്നത്. റിയൽ വാല്യൂ അൺലോക്കിംഗ് ടാറ്റാ സ്റ്റീൽ സംഭവിച്ചിട്ടില്ല. ടാറ്റാ സ്റ്റീൽ ഒരു സേഫ് ബെറ്റ് തന്നെയാണ്. 3 വർഷം 4 വർഷം കഴിയുമ്പോഴേക്കും നല്ല ലെവൽ. ഒരിക്കലും 4 വർഷം വേണ്ട സനൽ. വിതിൻ 6 months ഈ സ്റ്റോക്കിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള അപ്മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ഒരു ചോദ്യം കൂടി പെട്ടെന്ന് എടുക്കാം. കൊച്ചിയിൽ നിന്ന് ജോബി, അദ്ദേഹം കുറേ ഓഹരികളുണ്ട്. പവർ ഗ്രിഡ് 138 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്നു. കോൾ ഇന്ത്യ 336, L&T ഫിനാൻസ് 83, മണപ്പുറം 47 രൂപയ്ക്ക്. ഓക്കെ, ഇതിൽ പവർ ഗ്രിഡ് ഫണ്ടമെന്റലി സൗണ്ട് ആണ്. അഗൈൻ 127, 120 ലെവലിലേക്ക് വരികയാണെങ്കിൽ 2 സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 145 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്.
ദെൻ കോൾ ഇന്ത്യ കറണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 334 ആൻഡ് 310 രണ്ട് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ദീപാവലിക്ക് മുമ്പ് സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 390 ആണ് സ്റ്റോക്കിൽ കോൾ ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ L&T ഫൈനാൻസ് 64 ആൻഡ് 60 രണ്ട് സപ്പോർട്ട് ലെവലാണ്. കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കേണ്ട ഒരു സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു വാല്യുവേഷൻ വളരെ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 74 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫൈനാൻസ് റിക്കവറി മാർക്കറ്റിൽ സ്റ്റോക്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ടോട്ടൽ ബിസിനസ്സിൽ ഒരു ചേഞ്ച് സംഭവിച്ചു. അതെ, അഴിച്ചുപണി നടക്കുന്നു. ടോട്ടൽ ആ ഗോൾഡ് ലോണിന്റെ ചാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവർ ഹൗസിംഗ് സെക്ടറിലേക്കും മറ്റ് സെക്ടറിലേക്കും മൈക്രോ ഫൈനാൻസിലേക്കൊക്കെ മൂവ് ചെയ്യുന്നു. അത് ഫ്യൂച്ചറിൽ എന്തായാലും ഒരു റൈഡിൽ പഴയ ഒരു പ്രതാപമുള്ള സ്റ്റോക്കാണ്. മാനേജ്മെന്റ് ലെവലിൽ തന്നെ വളരെയധികം അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്റ്റോക്ക് തിരിച്ചു വരും. അഗൈൻ 24 ആൻഡ് 22 ലെവലാണ് ഒരു മേജർ സപ്പോർട്ട് ലെവലായിട്ട്. മണപ്പുറത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് ഫിനാൻസ് കമ്പനിയും കേരളത്തിൽ നിന്നാണ് മുത്തൂറ്റ് ഫിനാൻസ്. തുടർച്ചയായി മികച്ച പ്രവർത്തന ഫലം കാഴ്ചവെക്കുന്നു. അപ്പോൾ സ്വർണ്ണത്തിന്റെ വില കുറയുന്നു, അതിന്റെ പൊതുവെ സ്വർണ്ണത്തോടുള്ള ഒരു ചാം കുറയുന്ന പോലെ തോന്നുന്നു. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണല്ലോ ഇതിന്റെ ഒരു ബേസ്. അപ്പോൾ ആ നിലയ്ക്ക് സ്വർണ്ണം ഏറ്റവും അധികം വിറ്റഴിയുന്ന കൺസ്യൂം ചെയ്യുന്ന സംസ്ഥാനവും കേരളമാണ്. സ്വർണം എനിക്ക് തോന്നുന്നത് ഈ ഓപ്പറേഷൻ കുബേര ഇവിടെ നടത്തി തുടങ്ങിയതിന് ശേഷം ഇത്തരം കമ്പനികളിൽ സ്വർണ്ണപ്പണയ വായ്പ എടുക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ 1-2 ക്വാർട്ടർ കൂടി നല്ല ഫലങ്ങൾ വരാനുള്ള സാധ്യത ഈ ഇത്തരം കമ്പനികൾ മണപ്പുറത്തിനായാലും മുത്തൂറ്റിലും ഇല്ലേ? ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ബിസിനസ്സിൽ ഒരു ഷിഫ്റ്റ് ഈ NBFCയിൽ നിന്നും ബാങ്കിലേക്ക് മൂവ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് വലിയൊരു ഡ്രോപ്പ് വരാനുള്ള റീസൺ. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിന്റെ ചാം നഷ്ടപ്പെട്ടു. അപ്പോൾ ഗോൾഡ് ലാസ്റ്റ് 3 years ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ നൽകുന്നില്ല. അത് പുതുതായിട്ട് ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ആയി ഗോൾഡിനെ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു 25 ഇയേഴ്സിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്നത് ഇക്വിറ്റി തന്നെയാണ്. ബോണ്ടോ ഗോൾഡോ ഒന്നും തന്നെയല്ല. പക്ഷെ അതിലേക്ക് ആളുകൾ കൂടുതൽ വരാത്തതിന്റെ റീസൺ സ്പെക്കുലേഷൻ തന്നെയാണ്. അത് മാറി നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അതും ഒരു വായ്പ എടുക്കാൻ പറ്റുന്ന ടൂൾ തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതൊന്നും മനസ്സിലാക്കുന്നില്ല. ഗോൾഡ് മാത്രമാണ്, കാരണം ഇക്വിറ്റി ഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളതും ഒരു സ്ട്രാറ്റജിയാണ്. ഇത്തരം കമ്പനികളിൽ ഇപ്പോൾ പുതിയ നിക്ഷേപം അനുയോജ്യമാണോ? ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കമ്പനികളിൽ, കാരണം ടോട്ടൽ ബിസിനസ്സിൽ ഷിഫ്റ്റ് അവരൊരു ഓവറോൾ റീസ്ട്രക്ചറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ കമ്പനികൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഈവൻ മുത്തൂറ്റ് ആണെങ്കിലും മണപ്പുറം ആണെങ്കിലും ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല എന്നാണ്. കാരണം ഇതിന്റെ ഒരു ചേഞ്ച്, ടോട്ടൽ റീസ്ട്രക്ചറിങ് നടക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ട്കം എന്താണെന്ന് അടുത്ത 2 ക്വാർട്ടർ കൂടി റിസൾട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് മറ്റൊന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതല്ലെങ്കിൽ പോലും ഈ സൈഡിലൂടെ കയറി പോകുന്ന ചില സ്റ്റോക്കുകൾ ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മികച്ച കമ്പനികൾ, ഫോഴ്സ് മോട്ടോഴ്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അവരിപ്പോൾ ഗൂർഖ എന്ന് പറയുന്ന പുതിയ വാഹനം വരുന്നു. അത് ഇന്ത്യൻ മിലിറ്ററിയോടുള്ള ആദരവായിട്ടാണ് അത്തരം പേര് കൂടി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഫോഴ്സ് മോട്ടോഴ്സ് ഇപ്പോൾ ബജാജിന് അതിലുണ്ടായിരുന്ന ഓഹരികളെല്ലാം തിരിച്ചു വാങ്ങി അവർ ബജാജ് പിന്മാറിയിരിക്കുന്നു. ഫോഴ്സ് മോട്ടോഴ്സിൽ 3-4 മാസം കൊണ്ട് വലിയ കുതിപ്പ് കണ്ടു. 1200 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊരു ഓഹരി വിയടെക് ബബാഗ്, നമ്മളെപ്പോഴും പറയുന്ന, കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പ്രത്യേകിച്ചും വാഹന വെള്ളം പ്യൂരിഫിക്കേഷൻ മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഗംഗാ ക്ലീനിംഗ് ഒക്കെ നടക്കുന്നത്. ഈ 2 ഓഹരികളെ കുറിച്ച് എന്താണ് പറയുക? ഈ 2 സ്റ്റോക്കും വലിയൊരു റൈഡ് സംഭവിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. കറന്റ് വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂലാണ് മൂവ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ 2 സ്റ്റോക്കിലും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ആഴ്ചത്തെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ചും കുറച്ച് ദിവസമേ അവധികളാണ്. മാർക്കറ്റിൽ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് മാർക്കറ്റിൽ സംഭവിച്ചു. റേറ്റിംഗിൽ വന്നിരിക്കുന്ന, ഔട്ട്ലുക്കിൽ വന്നിരിക്കുന്ന ചേഞ്ച് തീർച്ചയായിട്ടും മൺഡേ റിഫ്ലക്ട് ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് കുറച്ചുകൂടെ അപ്പർ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. ഡൗൺ സൈഡ് 7850 തന്നെയാണ് മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 8150-200 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച്. അത് ആ ഒരു ലെവൽ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. 8000-ന് മുകളിൽ അടുത്ത ആഴ്ച കിട്ടും എന്നുള്ള കാര്യം തീർച്ചയായും, അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നന്ദി ഭുവനേന്ദ്രൻ. വിപണിയെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം ശക്തമായി മാർക്കറ്റ് തിരിച്ചു വന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റാൻഡേർഡ് ആൻഡ് പ്യുവർ അതിന്റെ റേറ്റിംഗ്, ഇന്ത്യയുടെ റേറ്റിംഗ് ഔട്ട്ലുക്ക് ഉയർത്തിയതാണ്, സ്റ്റേബിളിലേക്ക് വന്നു. ഇത് വളരെ മികച്ച കാര്യമാണ്. ജപ്പാനിൽ പോയി അത്യാവശ്യം വിജയം കണ്ട നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾ ഇനി അമേരിക്കയിലും വിജയിക്കുമോ എന്നാണ് കാത്തിരിക്കുന്നത്. കാരണം ചൈനയുടെ കാര്യത്തിൽ അല്പം അത് അത്ര വിജയിച്ചില്ല. ചൈനയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ അത്ര ഒരു ചെറിയ ഉലച്ചിൽ തട്ടുന്നത് പോലെ വന്നു. പക്ഷേ അമേരിക്കയിൽ എത്രത്തോളം അദ്ദേഹം വിജയം പ്രാപിക്കുന്നുവോ
അത്രത്തോളം നേട്ടം ഇന്ത്യൻ മാർക്കറ്റുകളിലും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഷെയിൽ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വെയിറ്റിംഗ് വിത്ത് ബേറ്റഡ് ബ്രത്ത് എന്നാണ് പലരും പറയുന്നത്. കാരണം ഷെയിൽ ഗ്യാസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയുടെ നാണ്യപ്പെരുപ്പം കുറയും, ഇന്ത്യയിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയും. അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ അത്തരം കരാറുകളെല്ലാം സാധ്യമായാൽ ഒരുപക്ഷെ ഒക്ടോബർ മാസം എന്ന് പറയുന്ന അടുത്ത മാസം മാർക്കറ്റ് പുതിയ ഉയരങ്ങൾ 8180 എന്ന് പറയുന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ച് അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഇതെല്ലാം ഒരുമിച്ച് വന്നാൽ നടക്കും എന്ന കാര്യത്തിലും തർക്കമില്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.